സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അവിടെയുള്ള നാട്ടുകാർ വർണ്ണം പ്രയോഗിയും കൂടി മുട്ടം തല്ലായിരുന്നെന്നും രണ്ടുപേരും കണ്ട ഭാര്യ ഭർത്താക്കന്മാരെ പോലും ഇല്ലെന്നും പൈസയുടെ മറ്റോ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുമായിരുന്നെന്നൊക്കെ കൽപ്പനയോടും ഗൗതമിനോടൊക്കെ പറയുവാണ്. അങ്ങനെ ഇതെല്ലാം കേട്ട് മുത്തശ്ശിയും പത്മിനിയും എല്ലാവരും ടെൻഷനോട് കൂടി നിൽക്കുവാണ് കേട്ടോ. ഈ സമയം ഉർവശി പറയുക, അമ്മക്ക് കേട്ടത്തേക്ക് ഇപ്പം എന്തോ നിന്നു, കൽപ്പന പറഞ്ഞതിലും വാസ്തവം ഉണ്ടെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇവിടുത്തെ നാട്ടുകാർ തന്നെ പറഞ്ഞത് കേട്ടില്ലേ, അവർ തമ്മിൽ പൊരിഞ്ഞ വഴക്കായിരുന്നെന്ന്. ഈ സമയം പത്മിനിയും മുത്തശ്ശിയോട് ചോദിക്കണേ, അമ്മേ എന്തായി കേട്ടതൊക്കെ? അവർ തമ്മിൽ ശരിക്കും വഴക്കിട്ട് കാണോ? ആ സമയം മുത്തശ്ശി വരണേ, നമ്മൾ അങ്ങോട്ടേക്ക് തന്നെയാണല്ലോ പോകുന്നത്, അവർ തമ്മിൽ എന്താ കാണിക്കുന്നതെന്ന് നോക്കട്ടെ. നമ്മൾ ഈ ചിലരൊക്കെ കണിമംഗലം വീട്ടിലേക്ക് തിരിച്ചു വരണോ വേണ്ടയോ എന്നൊക്കെ ഇനി അവരല്ലേ തീരുമാനിക്കുന്നത്. കൽപ്പനെ, നിന്നോട് പറഞ്ഞ വാക്കിന് എനിക്കൊരു മാറ്റവും ഇല്ല. നീ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ അവർ തമ്മിൽ ഒട്ടും ചേർച്ചയില്ലാതെയാണ് ജീവിക്കുന്നതെങ്കിൽ പിന്നെ ഞാൻ തിരികെ കണിമംഗലത്തിലേക്കില്ല, അതുറപ്പുള്ള കാര്യമോ എന്നറിഞ്ഞ് മുത്തശ്ശി വ്യൂ പോയിന്റിലേക്ക് പോകുവാണ്. ഈ സമയം പിന്നാലെ തന്നെ പത്മിനിയും ബിജുവും മുത്തശ്ശിയുടെ ഒപ്പം അങ്ങോട്ടേക്ക് പോകുവാണ് കേട്ടോ. ഈ സമയം കൽപ്പനയും ഗൗതമും ഒക്കെ സന്തോഷത്തോടെ നിൽക്കുവാണ്. കൽപ്പന പറയണേ, ആ വീട്ടിൽ എന്തൊക്കെ തന്നെ സംഭവിച്ചാലും അച്ഛനൊടയാതെ നിൽക്കുന്നത് ആ മുത്തശ്ശിയോടെ കൂടെ ഉള്ളത് കൊണ്ടാണ്. മുത്തശ്ശി സന്യാസത്തിനോ മറ്റോ പോയി കഴിഞ്ഞാൽ ആ കുടുംബം തകരും. നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും എന്ന് പറഞ്ഞ് കൽപ്പന സന്തോഷത്തോടെ ഇരിക്കുവാണ്. ഈ സമയം പത്മിനിയും ബിജുവും കൂടി ചെന്ന് മുത്തശ്ശി ഓരോന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് റിസോർട്ടിലെത്തുന്ന വരുണിനെയും പ്രിയങ്കേനെയാണ് കേട്ടോ. ഈ സമയം വരുൺ കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും അവിടുത്തെ സെക്യൂരിറ്റീസൊക്കെ ഓടി വന്ന് വരുണിനോട് വിശേഷമൊക്കെ ചോദിക്കുക. ഞങ്ങൾ കുറേ നേരം സാറിന് വെയിറ്റ് ചെയ്യുന്നു, പരമേശ്വരൻ സാറ് കുറച്ച് മുമ്പ് കൂടി വിളിച്ചേ ഉള്ളൂ, സാർ എത്തിയോന്ന് ചോദിച്ച്. ഈ സമയം വരുൺ പറയണേ, വരുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് കാഴ്ചകൾ കാണാനായിട്ടൊക്കെ ഇറങ്ങി, അത് കാരണം ലേറ്റ് ആയത്. അന്നേരം ആ സെക്യൂരിറ്റിക്കാരൻ പറയണേ, അതറിയാലോ, സാർ ഇവിടെ വരുമ്പോൾ ഇതുപോലെ മനസ്സിൽ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കണ്ട ഫോട്ടോ എടുക്കാനും മറ്റുമൊക്കെ കറങ്ങി നടക്കാറുള്ളതല്ലേ. അല്ല, സാറിൻ്റെ വൈഫ് എന്താ കാറിൽ നിന്ന് ഇതുവരെ ഇറങ്ങിയില്ലല്ലോ? അതെ എന്ന് പറഞ്ഞ് വരുൺ പ്രിയങ്കയെ വിളിക്കാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. എന്നിട്ട് കാറിൻ്റെ ഡോറ് തുറന്നു കൊടുക്കുവാണ് കേട്ടോ. ഈ സമയം പ്രിയങ്ക പുറത്തേക്ക് ഇറങ്ങുവാണ്. അന്നേരം സെക്യൂരിറ്റിക്കാരൊക്കെ ലഗേജൊക്കെ എടുക്കുമായിരിക്കും. ആ സമയം വരുൺ പ്രിയങ്കയോട് പറയണേ, അതെ, ഇത് ഞങ്ങളുടെ സ്വന്തം ഹോട്ടൽ തന്നെയാണ്, ഇതൊക്കെ ഇവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികളും. ആ സമയം പ്രിയങ്ക പറയണേ, മനസ്സിലായി, അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് ഞാൻ അഭിനയിക്കണം അത്രയല്ലേ ഉള്ളൂ. അഭിനയം ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രൊഫഷനാണ്, അത് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഞാൻ അഭിനയിക്കുന്നതിന് എനിക്ക് കൂലി തരേണ്ടി വരും. ചിലപ്പോൾ ദിവസക്കൂലിയാകാം, ചിലപ്പോൾ മണിക്കൂറിനും ആകാം കൂലി. അങ്ങനെ വരുണും പ്രിയങ്കയും കൂടി ആ സെക്യൂരിറ്റിക്കാരുടെ അരികിലേക്ക് ചെല്ലുവാൻ കേട്ടോ. ഈ സമയം വരുൺ പറയണേ, അതെ, യാത്രയുടെ ക്ഷീണം കാരണം പ്രിയങ്കയ്ക്ക് ചെറിയൊരു തലവേദന, അത് കാരണം കാറിൽ തന്നെ റെസ്റ്റ് എടുത്തത്. ഈ സമയം പ്രിയങ്ക ചിരിച്ചുകൊണ്ട് അവരോടൊക്കെ സംസാരിക്കുന്നുണ്ട്. അല്ല, നിങ്ങളുടെയൊക്കെ വീട് ഇവിടെ അടുത്ത് തന്നെയാണോ? എൻ്റെ വീട് ഇവിടെ അടുത്താണ്, ഇവൻ്റെ വീട് കുറച്ച് ദൂരെയാണ്. അങ്ങനെ ചിരിച്ചുകൊണ്ട് പ്രിയങ്ക അകത്തേക്ക് പോകുവാണ് കേട്ടോ. ഈ സമയം സെക്യൂരിറ്റിക്കാരൻ പറയുക, സാറിൻ്റെ ഭാര്യ എല്ലാവരോടും നല്ല സ്നേഹത്തോടെയാണ് സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞ് അവരവിടെ നിന്ന് പോകുവാണ്. ഈ സമയം വരുൺ പ്രിയങ്കയുടെ അരികിലേക്ക് ചെന്നിട്ട് ചോദിക്കണേ, എന്തുപറ്റി അവരോട് മര്യാദക്കൊക്കെ സംസാരിക്കാൻ തോന്നിയതും? അന്നേരം പ്രിയങ്ക പറയണേ, ഞാനെന്തിനാ അവരുടെ മുമ്പിൽ മോശക്കാരിയാവുന്നത്? അത്യാവശ്യം പിടിച്ചു നിൽക്കാനുള്ള വിവരവും ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. അങ്ങനെ പറഞ്ഞ് പ്രിയങ്ക അകത്തേക്ക് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് രാധികയുടെ വിവാഹ കാര്യത്തെക്കുറിച്ച് ടെൻഷനോട് കൂടി ആലോചിക്കുന്ന ദേവനെയാണ് കേട്ടോ. ദേവൻ അങ്ങനെ പെട്ടിയിൽ നിന്നും വീടിൻ്റെ പ്രമാണമൊക്കെ എടുത്ത് കൈ പിടിച്ച് നിൽക്കുമായിരിക്കും. ഈ കാഴ്ച കണ്ടായിരിക്കും യശോദ റൂമിലേക്ക് വരുന്നത്. യശോദ ചോദിക്കുക, അല്ല, ഇതെന്താ പ്രമാണമൊക്കെ എടുത്തിട്ട്? ആ സമയം ദേവൻ പറയണേ, ഞാനേ ഈ പ്രമാണം ആ പലിശക്കാരൻ്റെ കൈ കൊണ്ടുപോയി കൊടുത്ത് കുറച്ച് കാശ് കടം വാങ്ങിച്ചാലോ ഒന്ന് ആലോചിക്കുക. വിവാഹമൊക്കെ അല്ലേ വരാൻ പോകുന്നത്, പണച്ചെലവൊക്കെ ഉണ്ടല്ലോ, കണിമംഗലംകാരായിട്ട് ബന്ധമൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും സഹായത്തിന് അവരുടെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ എനിക്കൊരു മടി. അന്നേരം യശോദ പറയുക, ഈ വിവാഹ കാര്യത്തെപ്പറ്റി തൽക്കാലം വരുണിപ്പോൾ അറിയണ്ട. ഈ സമയത്തായിരിക്കോട്ടെ രാധിക റൂമിലേക്ക് കയറി വരുന്നത്. അന്നേരം ദേവൻ ചോദിക്കണേ, അതെന്താ അങ്ങനെ? ആ സമയം യശോദ പറയണേ, അത് പിന്നെ മറ്റൊന്നുമല്ല, വരുൺ ഈ കാര്യത്തെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കണ്ട് പൈസ കൊണ്ട് വല്ലതും സഹായിക്കാൻ ശ്രമിക്കും. അത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് ശരി, തൽക്കാലം ഞാൻ ആ പലിശക്കാരനെ ചെന്ന് കാണാം. അയാളുടെ അടുത്താകുമ്പോൾ കുറഞ്ഞ പലിശക്ക് പൈസ അയാൾ കടം തരും. അത് പിന്നീടാണെങ്കിലും നമുക്ക് കൊടുത്തു തീർക്കാമല്ലോ. ഈ സമയം ഇത് കേൾക്കുമ്പോൾ രാധിക പറയണേ, അച്ഛാ, എൻ്റെ വിവാഹം നടത്താൻ അച്ഛൻ ഈ വീടിൻ്റെ പ്രമാണമൊന്നും പണയം വെക്കേണ്ട കാര്യമില്ല. എനിക്കിപ്പോൾ വിവാഹവും വേണ്ട, എനിക്ക് നിങ്ങളെ വിട്ട് പോകാൻ ഇഷ്ടമല്ല, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. അന്നേരം രാധികയെ തടഞ്ഞുകൊണ്ട് യശോദ പറയണേ, മോൾ എന്തായി പറയുന്നത്? ഇതൊക്കെ അച്ഛനമ്മമാരുടെ സന്തോഷങ്ങളല്ലേ, ഞങ്ങൾക്കതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല, നീ എതിർത്തൊന്നും പറയണ്ട. ഈ സമയം ദേവനും പറയണേ, അതേ മോള്, ആധാരം പണയം വെക്കുന്നു എന്ന് കരുതി മോള് പേടിക്കൊന്നും വേണ്ട. അച്ഛൻ പതിയെ പൈസയൊക്കെ കൊടുത്തു തീർത്ത് ആധാരം തിരികെ എടുത്തോളാം. മോൾക്ക് ഇപ്പോൾ പ്രതീക്ഷിച്ചതിലും വലിയൊരു ബന്ധം കിട്ടിയിരിക്കുന്നത്, അതിൻ്റെ സന്തോഷത്തിൽ അച്ഛൻ. ഇതൊക്കെ അച്ഛൻ ചെയ്യുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ, അതൊന്നും കൊടുത്ത് മോൾ വിഷമിക്കേണ്ട കേട്ടോ എന്നും പറഞ്ഞ് ദേവൻ അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം രാധിക പിന്നാലെ ചെല്ലാൻ തുടങ്ങുമ്പോൾ യശോദ തടയുവാണ്. അതെ, നീ എന്തു ഭവിച്ചാ?
ഈ വിവാഹം മുടക്കാനാണോ നിന്റെ ശ്രമം? ദേ, പ്രിയങ്കമ്മളുടെ ജീവിതം സുരക്ഷിതമാകാൻ ഇതാണ് നല്ല വഴി. മാത്രമല്ല നിനക്കും നല്ലൊരു ജീവിതം കിട്ടും. ദേ, അച്ഛനറിയാതെ നമുക്ക് രണ്ടുപേർക്കും മാത്രം അറിയാവുന്ന ചില രഹസ്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അച്ഛനറിഞ്ഞുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ നിനക്കും അറിയാവുന്നതല്ലേ? പ്രിയങ്കയുടെ വിവാഹം മുടങ്ങുന്ന അവസ്ഥ വന്നപ്പോൾ ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു, അച്ഛൻ പിന്നെ ജീവനോടിരിക്കില്ലെന്ന്. ഇപ്പോൾ നിന്റെ വിവാഹം നടക്കാൻ പോകുക, അത് മുടങ്ങിയ പിന്നെന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ. അതൊരിക്കലും ദേവേട്ടന് താങ്ങാനാവില്ല. അതുകൊണ്ട് നീ ഒരു കാരണവശാലും ഈ വിവാഹത്തെ എതിർക്കാൻ നിൽക്കരുത്. നിന്റെ ഭാഗത്തുനിന്ന് ഇഷ്ടമില്ലാത്ത ഒരു വാക്ക് പോലും വന്നു കഴിഞ്ഞാൽ അത് ഈ വീട്ടിലെ പലരുടെയും ജീവൻ തന്നെ എടുക്കും. അക്കാര്യം നീ ഓർത്തിരുന്നാൽ മതി എന്ന് പറഞ്ഞ് യശോദ അവിടെ നിന്നും പോകുകയാണ്. അങ്ങനെ അമ്മയുടെ വാക്കുകളൊക്കെ കേട്ട് ആകെ ധർമ്മസങ്കടത്തിലായിരിക്കുകയാണ് കേട്ടോ രാധിക. പിന്നീട് കാണിക്കുന്നത് രാത്രി റൂമിലിരുന്ന് രാധികയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന വരുണാണ്. രാധികയെ ആദ്യമായിട്ട് കണ്ടുമുട്ടിയതും പിന്നീട് ഓരോ തവണ കണ്ടതും ആ കാര്യങ്ങളൊക്കെ ഓർത്ത് ചിരിച്ച് സന്തോഷത്തോടെ ഇരിക്കുമായിരിക്കും. ഈ കാഴ്ച കണ്ട് റൂമിലേക്ക് വരുന്ന പ്രിയങ്കക്ക് അങ്ങ് ദേഷ്യം കയറുക. വരുൺ എന്ന് പറഞ്ഞ് ഒച്ചയുണ്ടാക്കിയിട്ട് വരുണോട് അരികിലേക്ക് പോയിട്ട് വഴക്കിടുവാണ്. ഓ, അവളെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമായിരിക്കും. നിങ്ങൾക്കിങ്ങനെ സ്വപ്നം കണ്ട് സ്വയം സന്തോഷിച്ചിരുന്നാൽ മതിയല്ലോ, ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും ഓർക്കണ്ടല്ലോ. അന്നേരം വരുൺ പറയണേ, ആ അതെ, ഞാൻ സ്വപ്നം കണ്ട് തന്നെ ഇരിക്കുമായിരുന്നു, പക്ഷെ അത് പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ലല്ലോ, അപ്പോഴേക്കും കയറി വന്നില്ലേ. തനിക്കിപ്പോൾ എന്താ വേണ്ടത്? ഈ സമയം പ്രിയങ്ക പറയണേ, എനിക്ക് മടുത്തു, ഈ അഭിനയം എനിക്ക് മതിയായി. വരുൺ എനിക്ക് തരാമെന്ന് പറഞ്ഞ പൈസ എത്രയും പെട്ടെന്ന് എനിക്ക് തരണം. ഒരു സിനിമാ നടിയാകണമെന്ന എൻ്റെ ആഗ്രഹം. അതെ, നിങ്ങളുടെ ഭാര്യയായിട്ട് ഇങ്ങനെ അഭിനയിച്ച് ഇവിടെ കിടന്ന് നരകിക്കാനല്ല, എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കണം. അന്നേരം വരുൺ പറയണേ, തനിക്ക് പൈസ തന്ന് തന്നെ ഒഴിവാക്കുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, പക്ഷേ അച്ഛൻ്റെ ആരോഗ്യം അതിനു മുമ്പ് പൂർണ്ണമായി ശരിയാകണം. അന്നേരം പ്രിയങ്ക പറയണേ, അതിന് അച്ഛനിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, അച്ഛനും ചെറിയച്ഛനും കൂടി ബിസിനസ്സിൻ്റെ ആവശ്യമായിട്ട് ഏതോ യാത്രക്കൊക്കെ പോയിരിക്കുമല്ലേ. അന്നേരം വരുൺ പറയണേ, ബിസിനസ് ആവശ്യങ്ങൾ പോലെയല്ലേ കുടുംബകാര്യങ്ങൾ, അതൊന്നും പറഞ്ഞാലേ തനിക്ക് മനസ്സിലാവില്ല. ഈ സമയത്തായിരിക്കട്ടോ ഗൗതം പമ്മി ഇവരുടെ റൂമിൻ്റെ അവിടെ എത്തുന്നത്. അങ്ങനെ പതിയെ ജനാൾ തുറക്കുമ്പോൾ കാണുന്നത് ഇവർ രണ്ടാളും കൂടി വഴക്കിടുന്നതാണ്. അപ്പം തന്നെ ഇതെല്ലാവരും അറിയിക്കാനായിട്ട് ഫോണിൽ ഇവരുടെ വഴക്കിടുന്ന ഈ വീഡിയോ പകർത്താനായിട്ട് ഫോൺ കുറേ നേരമായിട്ട് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്നത് ഗൗതം. ഇതേ സമയം പ്രിയങ്ക പറയണേ, ദേ, ഭരണമായിട്ട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞില്ലെങ്കിലേ ഞാൻ തന്നെ എല്ലാ സത്യങ്ങളും എല്ലാവർക്കും മുമ്പിൽ നാളെ തന്നെ വിളിച്ചു പറയും. അതോടെ നാളത്തോടെ എല്ലാം തീരുമല്ലോ. നിങ്ങളുടെ അച്ഛന് എന്ത് സംഭവിച്ചാലും എനിക്കെന്താ? അന്നേരം വരുണിന് ദേഷ്യം തന്നെ, ദേ, എൻ്റെ അച്ഛനെക്കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ, ഈ റൂമിലിട്ട് തന്നെ നിന്നെ ചവിട്ടിക്കൂട്ടി കൊന്നുകളയും. അന്നേരം പ്രിയങ്കയ്ക്ക് ദേഷ്യം വരുമോ? ഓ, നിങ്ങൾക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടോ? കണിമംഗല പരമേശ്വരൻ്റെ മോന് അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കാണണമല്ലോ. കൊല്ല്, നിങ്ങൾ എന്നെ കൊല്ല്. എന്താ കൊല്ലുന്നില്ലേ എന്ന് പറഞ്ഞ് വരുണിൻ്റെ കൈകളെടുത്ത് പ്രിയങ്ക തൻ്റെ കഴുത്തിലേക്ക് ഇങ്ങനെ പിടിപ്പിക്കുവാണ്. ഈ സമയം ഗൗതം ക്യാമറ ഓണാക്കി അത് ഫോണിൽ ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുമായിരിക്കും. ഇതേ സമയം അതുവഴി നടന്നു പോകുന്ന പത്മിനി ഗൗതം അവിടെ മുറിയിൽ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നത് കാണുവാണ്. അത് മുത്തശ്ശിയും കാണിച്ചു കൊടുക്കുവാണ് കേട്ടോ. അങ്ങനെ പത്മിനിയും മുത്തശ്ശിയും കൂടി വന്ന് ഗൗതമിനെ അവിടെ നിന്ന് പിടിച്ച് വലിച്ചുകൊണ്ടുപോയി റൂമിലേക്ക് കൊണ്ടുപോകുവാണ്. ഈ സമയം ഉർവശിയും കൽപ്പനയും റൂമിലിരിക്കുമായിരിക്കും. അങ്ങനെ റൂമിൽ ഗൗതമിനെയും കൂട്ടി വന്ന് ഗൗതമിനെ തലങ്ങും വിലങ്ങും തല്ലുവാണ് കേട്ടോ മുത്തശ്ശി. ഈ സമയം ഉർവശി ചോദിക്കണേ, അമ്മേ എന്തിനാ ഇവനെ ഇങ്ങനെ തല്ലുന്നത്? ആ സമയം മുത്തശ്ശി പറഞ്ഞേ, ഇവൻ കാണിച്ച കൊള്ളരുത് അമ്മയ്ക്ക്, ഇവനെ തല്ലിക്കൊല്ലുകയാണ് ചെയ്യേണ്ടത്. അതെ, എത്രയും പെട്ടെന്ന് ഇവനൊരു പെണ്ണിനെ കണ്ടുപിടിക്കാൻ നോക്ക്, അല്ലെങ്കിൽ നിന്റെ മോൻ ഇതുപോലെ പലരുടെയും കിടപ്പറയിൽ പോയി ഇങ്ങനെ ഒളിഞ്ഞു നോക്കും. അങ്ങനെ അവസാനം നാട്ടുകാരുടെ മുഴുവൻ തല്ലുകൊണ്ട് ചാവാനായിരിക്കും നിന്റെ മോൻ്റെ വിധി. എടാ എന്താ നീ ചെയ്തു വെച്ചത്? ഈ സമയം പത്മിനി പറയണേ, ഇവനെ വരുണിൻ്റെ പ്രിയങ്കയുടെ റൂമിൽ പോയി ഒളിഞ്ഞു നോക്കുന്നു, അവരുടെ മുറിയിൽ പോയി ഒളിഞ്ഞു നോക്കി എന്തൊക്കെ ഫോണിൽ പകർത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. ഈ സമയം ഗൗതം പറയണേ, അയ്യോ, അതങ്ങനെയൊന്നുമല്ല, ഞാൻ അതുവഴി പോയപ്പോൾ ആ റൂമിൽ ഭയങ്കര ഒച്ചപ്പാടും ബഹളവുമായിരുന്നു, അവർ തമ്മിൽ വഴക്കിടുമായിരുന്നു. അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫോണിൽ അത് വീഡിയോ എടുക്കാൻ നോക്കിയത്. ആ സമയത്താണെങ്കിൽ ക്യാമറയും ഓപ്പൺ ആയില്ല. എന്നിട്ട് എവിടെ നീ എടുത്ത വീഡിയോ കാണിക്ക്. ഈ സമയം കൽപ്പന പറയണേ, ഗൗതം അത് കാണിച്ചു കൊടുക്ക്, അപ്പോൾ എല്ലാവർക്കും ബോധ്യമാകുമല്ലോ എന്ന് പറഞ്ഞ് കൽപ്പന തന്നെ ഗൗതമിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ആ വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കുകയാണ്. പക്ഷേ വീഡിയോയിൽ പ്രിയങ്ക വരുണിൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് തൻ്റെ കഴുത്തിലേക്ക് വെക്കുന്ന ആ ഒരു സീനുണ്ടല്ലോ, അത് മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ. അപ്പോൾ അത് കാണുമ്പോഴേക്കും മുത്തശ്ശിയൊക്കെ ചോദിക്കുക, എവിടെ ഇതാണോ അവർ തമ്മിൽ വഴക്കിടുന്നത്? ഈ സമയം ബിജു പറയണേ, ഭാര്യയും ഭർത്താവും റൂമിലൊറ്റൊക്കെ ആകുമ്പോൾ അവർ പരസ്പരം സ്നേഹിക്കില്ലേ, അതിനാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഈ സമയം മുത്തശ്ശി പറയണേ, ദേ കൽപ്പനെ, നീയും ഓരോന്നൊക്കെ പറഞ്ഞ് സംശയം പറഞ്ഞിട്ടാ അവർ പോലും അറിയാതെ അവരുടെ പിന്നാലെ നമ്മളെല്ലാവരും കൂടി ഇവിടെ വന്നത്. പക്ഷേ ഇനി അവരെല്ലാം അറിയട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അന്നേരം കൽപ്പന തടയണേ, അമ്മേ മുത്തശ്ശി പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, തൽക്കാലം ഇത്രമായില്ലേ, നമുക്ക് കുറച്ചുകൂടി ഒന്ന് നോക്കാം. ഈ സമയം ഉർവശിയും പറയണേ, അതെ അമ്മേ, ഇനി എന്താണെങ്കിലും ഇവൻ്റെ ഭാഗത്തുനിന്ന് ഇതുപോലൊരു തെറ്റുണ്ടാവില്ല. അങ്ങനെ മുത്തശ്ശിയും പത്മിനിയും ബിജുവൊക്കെ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുവാണ്. ഈ സമയം ഉർവശിയാണെങ്കിൽ ഗൗതമിനോട് ദേഷ്യം പറയണേ, നീ എന്ത് ചെയ്താലും അവസാനം ഞങ്ങളെല്ലാം ഇങ്ങനെ നാണം കെടുത്തുവാണല്ലോ, ഒരു കാര്യം വൃത്തിക്ക് ചെയ്യാൻ പറ്റില്ല. ഈ സമയം കൽപ്പന ഗൗതമിനെ സപ്പോർട്ട് ചെയ്യണേ, ഗൗതമിനെ കുറ്റപ്പെടുത്തണ്ട,
ഞാനും പലതവണ അവർ തമ്മിൽ വഴക്കിടുന്നത് കണ്ടതാ. പക്ഷേ എനിക്കും അത് ആർക്കും മുമ്പിൽ തെളിയിക്കാൻ പറ്റിയില്ലല്ലോ. എന്താണെങ്കിലും അവരുടെ ആ കള്ളക്കളി പൊളിച്ചടുക്കിയിരിക്കും. പിന്നീട് കാണിക്കുന്നത് ഗൗതവും കൽപ്പനയും കൂടി പുറത്തു നിന്ന് സംസാരിക്കുന്നതാണ്. ഗൗതമാണെങ്കിൽ ഇന്ന് നാണം കെട്ടതിൻ്റെ ആകെ ദേഷ്യത്തിലാണ് കേട്ടോ. ഈ സമയം കൽപ്പന ചോദിക്കണേ, നീ എന്തിനാ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്? അന്നേരം ഗൗതം പറയണേ, അവൾ പൂജാരിയുടെ മകളായതുകൊണ്ടാണോ നമ്മൾ അവളെ ഓരോ തവണ ട്രാപ്പിലാക്കാൻ ശ്രമിക്കുമ്പോഴും അവൾ രക്ഷപ്പെട്ടു പോകുന്നത്? ദൈവങ്ങൾ അവളുടെ കൂടെയാണെന്നാണ് തോന്നുന്നത്. ഈ സമയം കൽപ്പന പറയണേ, പിന്നെ ദൈവങ്ങൾക്ക് അവളുടെ കൂടെ നിൽക്കലാണല്ലോ പണി. തൽക്കാലം നീ അത് വിട്ടുകളാം, നമുക്ക് മറ്റൊരവസരം കിട്ടും. ഈ യാത്രയിലൂടെ തന്നെ വർണ്ണും പ്രിയങ്കയും തമ്മിൽ നല്ല കൾച്ചയിലാണെന്ന് നമ്മൾ തെളിയിക്കും. പിന്നെ അതുമാത്രമല്ല നമ്മൾക്കുള്ള ലക്ഷ്യം. മറ്റൊരു കാര്യവും കൂടി നമുക്ക് ചെയ്യാനുണ്ട്, സൂര്യയുടെ കാര്യം. നാളത്തോടെ സൂര്യൻ അസ്തമിക്കണം. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് നിനക്ക് മനസ്സിലായല്ലോ? അന്നേരം ഗൗതം പറയണേ, മനസ്സിലായി. അക്കാര്യത്തിൽ ഒരു പിഴവും പറ്റില്ല. അതിനു വേണ്ടതെല്ലാം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ സമയം കൽപ്പന പറയണേ, ഇന്നെന്താണെങ്കിലും ഞാൻ സൂര്യയെ നല്ലപോലെ സ്നേഹിക്കും. എൻ്റെ മാറ്റം കണ്ട് സൂര്യ തന്നെ നാളെ എല്ലാവരോടും പറയും. അതോടെ പിന്നെ സൂര്യയ്ക്ക് എന്ത് പറ്റിയാലും എന്നെ പിന്നെ ആരും സംശയിക്കാൻ പോകുന്നില്ല. ആ ഭാരം എൻ്റെ തലേന്ന് ഒഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ടുപേരും കൂടി നമ്മൾ സ്വപ്നം കണ്ടതുപോലെ സന്തോഷത്തോടെ ജീവിക്കും. അങ്ങനെ പറഞ്ഞ് കൽപ്പന പോകാൻ തുടങ്ങുമ്പോൾ ഗൗതം കൽപ്പനയുടെ കൈ കയറി പിടിക്കുകയാണ്. എന്നിട്ട് കവിളിങ്ങനെ പിടിച്ച് നോക്കാൻ വരുമായിരിക്കും. ആ സമയം കൽപ്പന പറയണേ, അതെ, ഇതൊക്കെ പിന്നീട്. ആദ്യം എൻ്റെ തലേന്ന് ആ ഭാരം ഒഴിഞ്ഞു പോകട്ടെ. അതിനുശേഷം ഒട്ടും നനയില്ലാത്ത അപ്പൂപ്പൻ താടി പോലെ ഞാൻ നിൻ്റെ മാറിലിങ്ങനെ ചേർന്നിരിക്കും. അങ്ങനെ പറഞ്ഞ് കൽപ്പന അവിടെ നിന്നും പോകുവാണ്. അപ്പോൾ അതൊക്കെ കേട്ട സന്തോഷത്തോടെ നിൽക്കുന്ന ഗൗതമിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്